മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നാസിക് നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ത്രയംബക് പട്ടണത്തിലെ ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ ത്രയംബകേശ്വർ ശിവക്ഷേത്രം. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ 10ാമത്തെ ജ്യോതിർലിംഗമാണ് ത്രയംബകേശ്വർ. ത്രയംബക് എന്ന വാക്ക് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന ത്രിമൂർത്തികളെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മഗിരി, നീലഗിരി, കാലഗിരി എന്നീ 3 മലകൾക്കിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരിയിൽ നിന്നാണ്, അതായത് ഗംഗാദ്വാരിൽ നിന്നാണ്. ഈ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് ഒരു അദ്വിതീയ ജ്യോതിർലിംഗമാണ്. തള്ളവിരലിന്റെ ആകൃതിയിലുള്ള ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവരെ പ്രതിനിധീകരിക്കുന്ന 3 ലിംഗങ്ങളുണ്ട്. ഇത് ഗർഭഗൃഹത്തിലെ ഒരു ദ്വാരത്തിലാണ്. ശിവലിംഗത്തിന് മുകളിലെ ദ്വാരത്തിൽ നിന്ന് നേരിട്ട് പ്രകൃതിദത്തമായ ജലത്തിന്റെ നിരന്തരമായ ഒഴുക്കുണ്ട്. ദർശനത്തിനായി സൗജന്യമായ പൊതു ക്യൂവും പ്രത്യേകം പണമടച്ചുള്ള ക്യൂവുമുണ്ട്. തിരക്കുള്ള ദിവസങ്ങളിൽ പൊതു ക്യൂവിൽ ദർശനത്തിന് 2 മണിക്കൂർ വരെ എടുക്കാം. എന്നാൽ ഞങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ പോയതിനാൽ തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് പല പ്രാവശ്യം സൗജന്യ ദർശനം കിട്ടി. മറ്റു ചില ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമുക്ക് ലിംഗത്തിന് അടുത്തേക്ക് പോകാൻ കഴിയില്ല. അംഗീകൃത പുരോഹിതർക്ക് മാത്രമേ ഗർഭഗൃഹത്തിൽ പോകാനും പൂജ ചെയ്യാനും അനുവാദമുള്ളൂ. ലിംഗം തറനിരപ്പിൽ നിന്ന് താഴെയുള്ള നിലയിലാണ്. എളുപ്പത്തിൽ കാണാൻ ഒരു കണ്ണാടി ഉപയോഗിക്കുന്നു. CCTVയിൽ തത്സമയ ദർശനവും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ത്രയംബകേശ്വര ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും മരണാനന്തര മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ത്രയംബകേശ്വർ ഇത്ര പവിത്രമാകാനുള്ള മറ്റൊരു കാരണം ഇത് ഗണപതിയുടെ ജന്മസ്ഥലമായ ത്രിസന്ധ്യാ ഗായത്രിയുടെ സ്ഥലമാണ് എന്നതാണ്. കാളസർപ്പ ദോഷപൂജ, നാരായണ നാഗബലി പൂജ, ത്രിപണ്ഡി ശ്രാദ്ധപൂജ, കുംഭ വിവാഹ പൂജ, മഹാമൃത്യുഞ്ജയ മന്ത്രജപം, രുദ്രാഭിഷേക പൂജ എന്നിവയാണ് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഭക്തർ അർപ്പിക്കുന്ന പ്രധാന പൂജകളിൽ ചിലത്. AD 1755 1786 കാലഘട്ടത്തിൽ നാനാസാഹിബ് പേഷ്വ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇത് കറുത്ത കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ക്ഷേത്രത്തിന്റെ തുടക്കത്തിൽ വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഒരു പ്രമുഖ നന്ദി പ്രതിമ ശിവലിംഗത്തിന് അഭിമുഖമായി നിൽക്കുന്നു. നന്ദി ക്ഷേത്രത്തിന് ശേഷം സഭാമണ്ഡപം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ ഹാളും തുടർന്ന് ലിംഗം സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രമായ ഗർഭഗൃഹവും ഉണ്ട്. കുശാവർത്ത തീർത്ഥ എന്ന് പേരിട്ടിരിക്കുന്ന വിശുദ്ധ കുളം ക്ഷേത്ര പരിസരത്ത് നിന്ന് 100 മീറ്റർ അകലെയാണ്. 1750 പണികഴിപ്പിച്ച 21 അടി ആഴമുള്ള കുളമാണിത്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ശേഷം വിശുദ്ധ ഗംഗാനദി വീണ്ടും ഉത്ഭവിക്കുന്ന സ്ഥലമാണ് കുശാവർത്ത തീർത്ഥമെന്നും അതിനാൽ കുശാവർത്ത തീർത്ഥത്തിനു ശ്രേഷ്ഠമായ പവിത്രതയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഗോഹത്യാ പാപങ്ങൾ നീക്കാൻ ഋഷി ഗൗതമൻ ഈ കുശാവർത്ത തീർത്ഥത്തിൽ കുളിച്ചു എന്നാണ് വിശ്വാസം. ത്രയംബകേശ്വര ക്ഷേത്രം പരിപാലിക്കുന്നത് ത്രയംബകേശ്വര ക്ഷേത്ര ട്രസ്റ്റാണ്. ഏറ്റവും അടുത്തുള്ള നാസിക് ഓസർ അന്താരാഷ്ട്ര വിമാനത്താവളം നഗരമധ്യത്തിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയാണ്. 40 കിലോമീറ്റർ അകലെയുള്ള നാസിക്കാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. നാസിക്കിൽ നിന്ന് ത്രയംബകേശ്വറിലേക്ക് റോഡ് മാർഗം ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. ത്രയംബകേശ്വറിലേക്കുള്ള വഴിയിൽ നിരവധി അതിഥി മന്ദിരങ്ങളും ഇന്നുകൾ. ക്ഷേത്രത്തിന് സമീപം ദക്ഷിണേന്ത്യൻ ഭക്ഷണ വിഭവങ്ങളുള്ള കുറച്ച് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അടുത്ത ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ വിശദാംശങ്ങളുമായി അധികം വൈകാതെ വീണ്ടും കാണാം. നമസ്കാരം.